നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി കായിക മത്സരങ്ങൾ ആരംഭിച്ചു. 15 കലാസമിതികളിൽ നിന്നായി 200-ലധികം കായിക താരങ്ങൾ പങ്കെടുത്തു. വെങ്ങടിശ്ശേരി അഡാപ്റ്റീവ് സൊസൈറ്റിയിൽ സുംബ ഫിറ്റ്നസ് ട്രെയിനിംഗ് 2ാം ബാച്ച് പരിശീലനം തുടങ്ങി. 2ാം ബാച്ചിന്റെ ഉദ്ഘാടനവും ആദ്യ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും പാറളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തോടുകൂടെയും അഭിമാനത്തോടുകൂടെയാണ് ഇത്തരം ഒരു ചടങ്ങിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എല്ലായിടങ്ങളിലും രാഷ്ട്രീയ യോഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെ കാണും, അതിന്റെ അനുഭാവികളെ കാണും, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ കാണും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരം ചടങ്ങുകളിലേക്ക്, ഇത്തരം മീറ്റിങ്ങുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ ജീവിതത്തിൽ തൻ്റെതായിട്ട് സഹായം, മാതാപിതാക്കളുടെ സഹായമുണ്ട്, ഗുരുക്കന്മാരുടെ സഹായമുണ്ട്, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ സഹായമുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ സ്വയം ആർജിച്ചെടുത്ത, നിങ്ങൾ സ്വായത്തമാക്കിയ നിങ്ങളുടെ കഴിവ് കൊണ്ട് ജീവിതത്തിൽ ആദ്യമായി, ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായി നിങ്ങൾ ഒരു പബ്ലിക് മീറ്റിംഗിൽ വെച്ച് ആദരിക്കപ്പെടുന്ന ഒരു ചടങ്ങിന് കൂടി സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നിങ്ങളെ ആദരിക്കാൻ വേണ്ടി ഇവിടെ ഒരു മെമന്റോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അതിന്റെ വലുപ്പ ചെറുപ്പമല്ല, അതിനപ്പുറത്തേക്ക് ഇതൊരു ഉത്തരവാദിത്തമാണ്. ഓരോ കുട്ടിയെയും ഇവിടെ വിളിച്ചു വരുത്തി നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും നിങ്ങളുടെ നാട്ടിലെ ആളുകളുടെ മുൻപിൽ വെച്ച് ഇന്നയാൾ മിടുക്കനാണ്, മിടുക്കിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ജീവിതകാലം മുഴുവൻ മിടുക്കനും മിടുക്കിയുമായിരിക്കുക എന്നുള്ള വലിയ ഒരു പൊതുബോധം നിങ്ങളുടെ ഉള്ളിലേക്ക് തരിക കൂടി ചെയ്യുകയാണ്. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. മണ്ഡലം പ്രസിഡന്റ് സിജോ ഇടപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. ബെസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ അറിയാം, നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാം ബെസ്റ്റി എന്താണ് ബെസ്റ്റി. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ എന്ത് ബെസ്റ്റി ആയിട്ട് തെരഞ്ഞെടുത്താലും ഇപ്പോൾ ഇനിയുള്ള നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ, നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ ബെസ്റ്റി ആവേണ്ടത് നമ്മുടെ ആ പഠനത്തിലാണ്. അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ പ്രൊഫഷണലായിരിക്കണം നമ്മുടെ ഏറ്റവും ബെസ്റ്റി ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിതയാത്രയിൽ ഉന്നത വിജയം, അല്ലെങ്കിൽ ആ ജീവിതയാത്ര അച്ചീവ് ചെയ്യുക എന്ന് പറയും. അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലവർ ഡോക്ടറായിട്ടാവും അച്ചീവ് ആവും. ആ അച്ചീവ് ആവുന്ന മേഖലയിൽ, അത് ഡോക്ടറാണെങ്കിൽ ഡോക്ടർ, എഞ്ചിനീയർ, വക്കീലാണെങ്കിൽ വക്കീല്, ആ മേഖലയിൽ ഏറ്റവും ബെസ്റ്റ് ആവുക എന്നുള്ളതാണ് ഞാൻ ബെസ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മേഖലയിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഏത് മേഖലയാണോ, ഇപ്പൊ രാഷ്ട്രീയ മേഖലയായോട്ടെ, ശ്രീമതി സോയ ജോസഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ആ മേഖലയിൽ മീഡിയയിൽ ഏറ്റവും ഉന്നതി, അല്ലെങ്കിൽ ഏറ്റവും നിങ്ങളുടെയൊക്കെ തന്നെ പ്രിയങ്കരിയാവാൻ കാരണം ആ മേഖലയിൽ വലിയ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ജനറൽ കൺവീനർ ഷാജു പില്ലിശ്ശേരി, തൃശൂർ DCC സെക്രട്ടറി TM ചന്ദ്രൻ, പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ, സെബി കൊടിയൻ, രവീന്ദ്രനാഥ്, ബെന്നി തെക്കിനിയത്ത്, കവിത ജോസ്, റോയ് പടിക്കല, തോമസ് എന്നിവർ സംസാരിച്ചു. സി മുരാരി, മണ്ഡലം വൈസ് പ്രസിഡന്റ് NV ജയരാജ്, രമേശ് NT, രാമൻകുട്ടി മാസ്റ്റർ, PT ആന്റണി, വിജയൻ കളരിക്കൽ, വോഗീസ് ചീനത്ത്, KK വിജയൻ, CS മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി. വല്ലച്ചിറ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി കായിക മത്സരങ്ങൾ ആരംഭിച്ചു. 15 കലാസമിതികളിൽ നിന്നായി 200-ലധികം കായിക താരങ്ങൾ പങ്കെടുത്തു.
വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായുള്ള കായിക മത്സരം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് തൊമ്മി പിടിയത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ പി കെ നിഖിൽ, കൺവീനർമാരായ എൻ വി അജിതൻ, തോമസ് പടിക്കല, രാജൻ തെക്കൂട്ട്, സുധാ നമ്പ്യാർ, രാജു പാറമേൽ എന്നിവർ സംസാരിച്ചു. വെങ്ങണശ്ശേരി അഡാപ്റ്റീവ് സൊസൈറ്റിയിൽ സുംബ ഫിറ്റ്നസ് ട്രെയിനിംഗ് 2ാം ബാച്ച് പരിശീലനം തുടങ്ങി. 2ാം ബാച്ചിന്റെ ഉദ്ഘാടനവും ആദ്യ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും പാറളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് നിർവഹിച്ചു. രാവിലെ 5:45 മുതൽ 6:15 വരെ ഈ സമയം മിക്ക അമ്മമാരും നേരത്തെ എഴുന്നേൽക്കുന്നവരുണ്ടാവും. എന്നാലും ഞാനൊക്കെ പഠിച്ചു കേട്ടാണ്. ഞാൻ സന്ധ്യാതെ ഇത് സൂചിപ്പിച്ചപ്പോൾ വിചാരിച്ചു ഞാൻ രാത്രി വളരെ വൈകി എത്ര വേണമെങ്കിലും കൊടുക്കും. പക്ഷെ അതിരാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ രാത്രി മകന് ജോലിക്ക് 7 മണിക്ക് പോകണമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉപ്പേരിയൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ കാച്ചി വെക്കാവുന്നതിനോടുകൂടി രാവിലെ എഴുന്നേൽക്കാനുള്ള മടി കൊണ്ട് അങ്ങനെ ഉള്ളൊരു അവസ്ഥയുള്ള അമ്മമാർക്കൊക്കെ ഇത് വളരെ പ്രയോജനപ്പെടും. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് 10 വർഷത്തിലേറെയായി സൗജന്യ പരിശീലനങ്ങൾ നൽകി വരുന്ന അഡാപ്റ്റീവ് സൊസൈറ്റിയുടെ വെങ്ങണശ്ശേരിയിലെ കേന്ദ്രത്തിലാണ് അമ്മമാർക്കായി സൂംബ ഫിറ്റ്നസ് ട്രെയിനിംഗ് ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം CB സുരേഷ് മുഖ്യാതിഥിയായി. അഡാപ്റ്റീവ് പ്രസിഡന്റ് AV സണ്ണി അധ്യക്ഷത വഹിച്ചു. വർഗീസ് അക്കര, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബിന്ദു കിഷോർ, സൂംബ ഇൻസ്ട്രക്ടർ ഹരിത അനൂപ്, പഠിതാക്കളുടെ പ്രതിനിധി വിജയ ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. CC മുകുന്ദൻ MLA-യെ CPI ജില്ലാ കൌൺസിലിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് CPI ജില്ലാ കൌൺസിൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പാർട്ടിയിലെ വ്യവസ്ഥയനുസരിച്ചാണ് നടപടിയെന്നാണ് വിശദീകരണം. CPI ഭരണഘടനയനുസരിച്ച് നിലവിലെ കമ്മിറ്റിയിലെ 20% പേരെ ഒഴിവാക്കി പകരം 20% പേരെ പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് വ്യവസ്ഥ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CC മുകുന്ദൻ ഉൾപ്പെടെയുള്ള 11 ജില്ലാ കൌൺസിൽ അംഗങ്ങളെ ഏകകണ്ഠമായി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയത്. എന്നാൽ തന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ ഒഴിവാക്കിയത് എന്ന നിലയിൽ മുകുന്ദന്റേതായി മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. CC മുകുന്ദന്റെ PA-യുടെ പേരിൽ ആരോപണമുയർത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് അന്നുതന്നെ മുകുന്ദൻ ഉൾപ്പെടുന്ന പാർട്ടി നേതൃത്വം പാർട്ടിയിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സമ്മേളനത്തിൽ നിന്ന് മുകുന്ദൻ ഇറങ്ങിപ്പോയി എന്ന വാർത്തയും ശരിയല്ല. തന്റെ അഭിപ്രായം കമ്മിറ്റിയിൽ പറയുകയും സമ്മേളന നടപടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. CC മുകുന്ദൻ നാട്ടികയിൽ CPI-യുടെ പ്രതിനിധിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ച MLA-ആണ്. എക്കാലത്തും പാർട്ടിക്കാരനായി നിലനിൽക്കുമെന്ന് മുകുന്ദൻ തന്നെ നേരത്തെ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അദ്ദേഹത്തെ പാർട്ടി വിരുദ്ധനാക്കി ചിത്രീകരിക്കുന്നതിനും CPI-യിൽ വലിയ പ്രതിസന്ധിയാണെന്ന് വരുത്തി തീർക്കുന്നതിനുമുള്ള ചില മാധ്യമങ്ങളുടെ ഗൂഢനീക്കമാണ് ഇപ്പോഴത്തെ വാദങ്ങൾക്ക് പിന്നിലെന്നും CPI ജില്ലാ കൌൺസിൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കടലാശ്ശേരി NSS കരയോഗം വാർഷിക പൊതുയോഗം ചേർന്നു. നായർ സർവീസ് സൊസൈറ്റി നായക സഭാംഗം അഡ്വക്കേറ്റ് A സുരേശൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് C മുരാരി അധ്യക്ഷനായി. യൂണിയൻ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ എൻഡോമെന്റ് വിതരണവും മുതിർന്നവരെ ആദരിക്കൽ അനന്തകൃഷ്ണനും ചികിത്സാ സഹായ വിതരണം കരയോഗം പ്രഥമ സെക്രട്ടറി M നാരായണനും നിർവഹിച്ചു. കരയോഗം സെക്രട്ടറി K ശിവദാസ്, P ഗോവിന്ദൻകുട്ടി നായർ, ബിന്ദു വിജയൻ, ശാന്താരാജൻ, ഉഷ രാമചന്ദ്രൻ, CR രജിത എന്നിവർ സംസാരിച്ചു. മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത രാജൻ നെല്ലായിയെ കടലാശ്ശേരി മാനവം സാംസ്കാരിക വേദി അനുമോദിച്ചു. കടലാശ്ശേരി ഊമമ്പിള്ളി മനയിൽ നടന്ന ചടങ്ങ് കഥാകൃത്ത് അഷ്ടമൂർത്തി ഉദ്ഘാടനം ചെയ്തു. കവയിത്രി ശ്രീജ നടുവം, മാനവം സാംസ്കാരിക വേദി മാനേജിംഗ് ട്രസ്റ്റി PS ശിവരാമൻ, കടലാശ്ശേരി KMLP സ്കൂൾ പ്രധാനാധ്യാപിക ഡെൽറ്റി, സൂരജ് S നായർ, വിശ്വജിത്ത് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം ഭാരവാഹികൾ ചുമതലയേറ്റു. 21 അംഗ ഭാരവാഹികളാണ് ചുമതലയേറ്റത്. ചടങ്ങ് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അനിൽ പുലിക്കൽ, CM നൌഷാദ്, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, P വിനു, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, ജീജ ശിവൻ, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, രഹന ബിനീഷ്, ജയ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റുമാരായി മധു അന്തിക്കാട്ട്, PV സഹദേവൻ, ബിന്ദു പ്രദീപ്, CK മണികണ്ഠൻ, ലയേഷ് മാങ്ങാട്ട്, CS സിദ്ധാർത്ഥൻ,
ട്രഷറർ മോഹൻദാസ് പുലയ്ക്കപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറിമാരായി രാജീവ് അരയംപറമ്പിൽ, മുഹമ്മദ് അലി കണിയാർക്കോട്, CK ജ്യോതി, ഹേമ പ്രേമൻ, അജിത് പ്രസാദ്, ഉണ്ണികൃഷ്ണൻ അന്തിക്കാട്ട്, MV ജയരാജൻ, രാജൻ കുരുടിയാറ, സരള കുറുപ്പൻ, ജയരാമൻ അണ്ടേഴത്ത്, PK കൃഷ്ണകുമാർ, കമലം ശ്രീകുമാർ, മുഹമ്മദ് റസൽ, അമിക രാമചന്ദ്രൻ തുടങ്ങിയവരാണ് ഭാരവാഹികളായി ചുമതലയേറ്റത്. പാലിക്കര ടോൾ പ്ലാസയിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്കു നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പാലിയക്കരയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തടയാൻ ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ ബൂത്തിലെത്തി വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തു. ടോൾ ബൂത്തിലെ കയറിൽ കെട്ടിയ വീപ്പകളും ഓഫീസിനു മുന്നിലെ ചെടിച്ചട്ടികളും വലിച്ചെറിഞ്ഞു. പിന്നീട് ടോൾ പ്ലാസയുടെ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ ടോൾ പ്ലാസ ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ ദേശീയപാതയിൽ കടുത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണുത്തി മുതൽ ഈ ജില്ലയുടെ അതിർത്തി വരെയുള്ള ചാലക്കുടിയുടെ അതിർത്തി പ്രദേശം വരെ 5ഓളം വരുന്ന അടിപ്പാതകളുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നിർമ്മാണം എന്ന് പറയുന്നത് ഒച്ചിഴയുന്ന വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ചില കടലാസ് കമ്പനികൾ ഉണ്ടാക്കി, ആന്ധ്രാപ്രദേശൊക്കെ കേന്ദ്രീകരിച്ചുള്ള ചില കടലാസ് കമ്പനികൾക്ക് കരാർ കൊടുത്ത് അശാസ്ത്രീയമായി ഇവിടുത്തെ ജനപ്രതിനിധികളോ മറ്റ് ജനാധിപത്യ സംവിധാനങ്ങളോ ഒന്നും പറയുന്നത് വിലക്കെടുക്കാതെ നിർമ്മാണ പ്രവർത്തനം എന്ന പേരിൽ മുന്നോട്ട് പോവുകയാണ്. മണിക്കൂർ കണക്കിന് സമയം ഈ പ്രദേശത്ത് കൂടി യാത്ര ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർ മഹാദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ വലിയ സമരം നടത്തിയവരാണ് BJP. അവരുടെ കേന്ദ്രമന്ത്രിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അധികാരത്തിലുള്ളത്. കേന്ദ്രമന്ത്രി അറിയപ്പെടുന്ന സിനിമാ നടനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഭരത്ചന്ദ്രൻ IPS. ആ സിനിമയിലൂടെയാണ് അദ്ദേഹം വലിയ ഡയലോഗുകളിലൂടെ പ്രശസ്തനായിട്ടുള്ളത്. ആ സിനിമയിൽ മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും അയാളുടെ ഭാര്യയായ ഒരു കഥാപാത്രത്തോട് സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന്? ഓർമ്മയുണ്ടോ ഈ മുഖമെന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. ആ സുരേഷ് ഗോപിയോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും DYFIക്ക് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾക്ക് ഈ ചുങ്കപ്പാറയുടെ മുഖം ഓർമ്മയുണ്ടോ എന്നാണ്. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. KS സെന്തിൽകുമാർ, റോസൽ രാജു തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കുക, ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ബെന്നി ബെഹനാൻ MPയുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് DYFI ജില്ലാ കമ്മിറ്റി ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തിയത്. 250ഓളം പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. ചാലക്കുടി DYSP ബിജുകുമാർ, പുതുക്കാട് SHO മഹേന്ദ്രസിംഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. അർഹതപ്പെട്ടവരെയെല്ലാം ഭൂമിയുടെ അവകാശികളാക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ. ഇതിനായി ഭൂപതിവ് നിയമങ്ങൾക്ക് 64 വർഷത്തിനു ശേഷം ഭേദഗതി വരുത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ. റബ്ബർ കൃഷിഭൂമി പോലെ ഉടമസ്ഥാവകാശം നിശ്ചയിക്കാനാകാത്ത ചില പ്രശ്നങ്ങൾ ഇതോടെ പരിഹരിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന താലൂക്ക് തല പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റബ്ബർ കൾട്ടിവേഷന് വേണ്ടി കൊടുക്കുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം തൃശ്ശൂർ താലൂക്കിലെ തന്നെ വിവിധ മേഖലകളിലുണ്ട്. റബ്ബർ കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ടും ഒരു ചട്ടം തന്നെ കേരളത്തിൽ നിലവിലുണ്ട്.
അതിനുവേണ്ടി മാത്രമായിട്ടുള്ള കൊടുത്തിട്ടുള്ള ഭൂമി ലീസാണോ അതോ ഉടമസ്ഥനായ ആളുകൾക്ക് പതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഭൂമിയാണോ എന്ന ചോദ്യം വളരെ ഗൗരവമായി ദീർഘകാലമായി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഒരു ചെറിയ തുക മാസം ലീസ് അടയ്ക്കുന്നത് കൊണ്ട് കൈമാറാൻ പറ്റാത്ത വിധം, അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അവകാശങ്ങൾ രേഖപ്പെടുത്താൻ പറ്റാത്ത വിധം റബ്ബർ കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഭൂമിയുടെ ഉടമസ്ഥതയെ നിശ്ചയിക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ താലൂക്കിൽ മാത്രമല്ല, വിശിഷ്ട ഇരിഞ്ഞാലക്കുട താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള തൃക്കൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അത് ഗൗരവമായി നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തു തന്നെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടഭേദഗതികൾക്ക് നാം തുടക്കം കുറിക്കുകയാണ്. കേരളം ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രശ്നമായി, പ്രത്യേകിച്ച് ഇടുക്കി ജില്ല ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വന്നിരുന്നൊരു പ്രശ്നം, അത് പിന്നെ വളർന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ബാധിക്കപ്പെട്ട ഒരു പ്രശ്നം, LA പട്ടയം എന്ന് നാം വിളിക്കുന്ന ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയത്തിൻ്റെ ഭാഗമായി 960 ഭൂപതിവ് നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം രൂപീകരിക്കപ്പെട്ട 18 ചട്ടങ്ങളിലും ഭൂമിയിൽ എന്താവശ്യത്തിനാണോ വിനിയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിന് മാത്രമേ വിനിയോഗിക്കാൻ പാടൂ എന്ന പ്രശ്നം ഉയർന്നു വന്നിരുന്നു. പട്ടയം അനുവദിക്കുന്നതിനുള്ള കുടുംബ വരുമാനം 1 ലക്ഷം രൂപയിൽ നിന്ന് 2.5 ലക്ഷം രൂപയാക്കി ഉയർത്താനൊരുങ്ങുകയാണ്. പട്ടയ ഡാഷ്ബോർഡ് നടപ്പാക്കിയതോടെ വാതിൽപ്പടി പട്ടയ വിതരണത്തിന് സമാനമായി പട്ടയമില്ലാത്തവരുണ്ടോയെന്ന് അന്വേഷിച്ച് കണ്ടെത്തി വിതരണം നടത്തുകയാണ് സർക്കാർ. ഡിജിറ്റൽ റീസർവേ പൂർത്തിയായാൽ പട്ടയ വിതരണം കൂടുതൽ വേഗതയാർജിക്കും. 3000-ഓളം പട്ടയങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം ജില്ലയിൽ വിതരണം ചെയ്യാനായി. ഡിജിറ്റൽ റവന്യൂ കാർഡിലൂടെയും ഡിജി ലോക്കർ സംവിധാനത്തിലൂടെയും റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ താലൂക്ക് തല അദാലത്തിൽ 978 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ചേനം പണിക്കശ്ശേരി രാമകൃഷ്ണന്റെ മകൻ ബിനുമോൻ നിര്യാതനായി. 48 വയസ്സ്. സംസ്കാരം നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9155 രൂപ, പവന് 73,240 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി കായിക മത്സരങ്ങൾ ആരംഭിച്ചു. 15 കലാസമിതികളിൽ നിന്നായി 200-ലധികം കായിക താരങ്ങൾ പങ്കെടുത്തു. വെങ്ങടിശ്ശേരി അഡാപ്റ്റീവ് സൊസൈറ്റിയിൽ സുംബ ഫിറ്റ്നസ് ട്രെയിനിംഗ് 2ാം ബാച്ച് പരിശീലനം തുടങ്ങി. 2ാം ബാച്ചിന്റെ ഉദ്ഘാടനവും ആദ്യ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും പാറളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.